ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഹോദരങ്ങളെ, ക്രിസ്തുവിനെ അനുഭവിക്കാതെ ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായി ജനിച്ച് മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു വ്യക്തിക്ക് യേശു വാഗ്ദാനം ചെയ്ത ദൈവരാജ്യം നഷ്ടമാകില്ലേ? അതോർക്കുമ്പോൾ ഈ സന്ദേശം ഏവരെയും അറിയിക്കാതിരിക്കാനാകുന്നില്ല. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി യേശുവിനെ പിന്തുടരുന്നവനാണ്. പിശാചുക്കൾ പോലും യേശുവിനെ വിശ്വസിക്കുന്നുവെന്ന് വചനം നമ്മോട് പറയുന്നു. യാക്കോബ് 2:19-20 കേൾക്കൂ. ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. ഭൂതങ്ങളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ദൈവത്തിന്റെ മക്കളാകാനായി നമ്മെ സൃഷ്ടിച്ച ദൈവം മറ്റു സൃഷ്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ജഡത്തോടൊപ്പം ഒരാത്മാവിനെയും നമുക്ക് നൽകി. പാപം ചെയ്ത് വിശുദ്ധി നഷ്ടപ്പെട്ട നമുക്ക് സ്വന്തം പുത്രനായി യേശുവിനെ യാഗമായി നൽകി. അതെല്ലാം മനസ്സിലാക്കിയ നാം കേവലം വികാരങ്ങളാൽ യേശുവിനെ സമീപിച്ചാൽ യേശുവിന്റെ ശിഷ്യനാകുമോ? ഒരു പ്രത്യേക കാലയളവിലേക്കായി ഇന്ന് ഒട്ടുമിക്ക ക്രിസ്ത്യാനികളും ക്രിസ്തുവിനെ മാറ്റിവെച്ചിരിക്കുകയാണ്. അതായത് ഒരു ക്രിസ്മസ് കാലവും ഒരു ഈസ്റ്റർ കാലവും. ചില വാതകങ്ങൾ വസ്തുക്കളുടെ മുകൾ പരപ്പിൽ മാത്രം ആഗിരണം ചെയ്യുന്ന ഒരു പ്രതിഭാസം സയൻസിലുണ്ട്. അതുപോലെ ഉള്ളിലേക്ക് എടുക്കാത്ത ആ സമയം അത്രയും യേശു മുകൾ പരപ്പിൽ ഉണ്ടാകുന്നു. ആ യേശുവാകട്ടെ യഥാർത്ഥ യേശുവിൽ നിന്നും വളരെ വ്യത്യസ്തനാണെന്ന് വചനം നമ്മോട് പറയുന്നു. ഓരോരുത്തർക്കും അവരവരുടെ സ്വീകാര്യതയ്ക്ക് അനുസരണമായി ഓരോ തരം യേശുവിനെ രൂപപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ വായിച്ച് യഥാർത്ഥ യേശു ഇതിൽ നിന്നും എത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നിങ്ങൾ പലപ്പോഴും യേശുവിനെ പ്രതി വികാരങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാകാം, പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുമുണ്ടാകും. പക്ഷെ യോഹന്നാൻ 14:6 യേശു പറഞ്ഞ ആ വചനം നിങ്ങൾ പിന്തുടരാൻ സാധ്യതയില്ല. കേൾക്കൂ. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇതെല്ലാം കേട്ടിട്ട് പിന്നെയും മധ്യസ്ഥന്മാരെ തേടിപ്പോവുകയും അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തി വഴി മാറ്റുകയും ചെയ്യുന്നവർ സൂക്ഷിക്കേണ്ടതാണ്. ജീവിതത്തിൽ ഒട്ടുമിക്ക സമയങ്ങളിലും ദൈവത്തിന്റെ സൃഷ്ടികളായ ഇവരോട് പ്രാർത്ഥിച്ചും വണങ്ങിയും കാലം കഴിക്കുന്നു. വചനത്തിൽ ഒരിടത്തും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. സഹോദരങ്ങളെ, അതെല്ലാം യേശുവിൽ നിന്ന് നമ്മെ അകറ്റാനുള്ള പിശാചിന്റെ തന്ത്രങ്ങളാണ്. കുടുങ്ങിപ്പോകരുത്. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ പിതാവിനോടാണ് നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്. യേശുവും അങ്ങനെയാണ് ചെയ്തിരുന്നത്. യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് ലഭിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. 1 തിമോത്തി 2:5 ഇങ്ങനെ പറയുന്നു: ദൈവം ഏകനാണ്, ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനും ഏകൻ, മനുഷ്യനായ ക്രിസ്തു യേശു മാത്രം. പിന്നെ അതിനിടയിൽ മറ്റു സൃഷ്ടികളായ മധ്യസ്ഥന്മാരെ സൃഷ്ടിച്ച് വഴികൾ ദുഷ്കരമാക്കുന്നത് എന്തിനാണ് സഹോദരങ്ങളെ? ഇതൊന്നും ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് ഓരോരുത്തർക്കും സ്വതന്ത്ര ഇച്ഛാശക്തി ഉപയോഗിച്ച് നടത്താം. യേശുവിന്റെ നാമം വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിച്ച് നടക്കുന്നവർ, അതായത് ശരിയായ രീതിയിലല്ലെങ്കിൽ അവരോട് അവസാനം പറയാൻ പോകുന്ന വാക്ക് മത്തായി 7:21-23 വരെയുള്ള വചനഭാഗത്തുണ്ട്. കേൾക്കൂ. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഹിതം നിറവേറ്റുന്നവർക്കാണ് അവിടെ പ്രവേശനം. ന്യായവിധി ദിവസത്തിൽ പലരും എന്നോട് കർത്താവേ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചില്ലയോ? അങ്ങയുടെ നാമത്തിൽ ധാരാളം അത്ഭുതങ്ങളും ഞങ്ങൾ ചെയ്തില്ലയോ എന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട്, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുക എന്ന് ആജ്ഞാപിക്കും. ഈ വാക്യങ്ങൾ യേശു നമ്മോട് പറയുന്ന കാര്യമൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതൊക്കെ അവഗണിച്ച് ജീവിക്കാനുള്ള സമയമില്ല സഹോദരങ്ങളെ. എല്ലാ ലക്ഷണങ്ങളും കാണുന്നു. യേശു വരാറായി. ഇന്ന് യഥാർത്ഥ സത്യവചനത്തിന് ക്ഷാമമില്ല. തീഷ്ണതയോടെ അന്വേഷിച്ചാൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ. നാം വഞ്ചിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനിയാകരുത്. യാക്കോബ് 1:21-27 വരെ വായിക്കുക. വചനം കേൾക്കുക മാത്രം ചെയ്യാതെ പ്രവർത്തിക്കുന്ന
അവരാകുക. ബെറിയായിലെ ക്രിസ്ത്യാനികളെ പോലെ കേൾക്കുന്ന വചനങ്ങൾ ശരിയാണോ എന്ന് ബൈബിൾ വായിച്ച് ഉറപ്പുവരുത്തുക. നാം നമ്മിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ യേശുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ നമുക്ക് യേശുവിനെ പിന്തുടരാം, അനുഭവിക്കാം. അഹങ്കാരം നിറഞ്ഞ ഈ ലോകത്തിൽ അഹങ്കാരത്തിന്റെ ശബ്ദം വളരെ ഉച്ചത്തിലും കേൾക്കാൻ എളുപ്പവുമാണ്. എന്നാൽ ദൈവത്തിന്റെ ഒരു ചെറിയ ശബ്ദം നമ്മിലുണ്ട്. അതിനായി ചെവിയോർക്കണം, അത് അവഗണിക്കരുത്. ആ ശബ്ദത്തെ മറികടന്ന വേളകളിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് വളരെ വലിയ ദുരന്തങ്ങളായിരിക്കും. ആ ചെറിയ ശബ്ദത്തിനായി കാതോർക്കുക. ആ ശബ്ദം നമ്മെ യഥാർത്ഥ വഴിയിലൂടെ നടത്തും, സംശയമില്ല. നമ്മൾ പരിമിതപ്പെടുത്തിയ സമയത്തേക്കുള്ള ഒരു വികാരമല്ല യേശു അനുഭവിച്ച പീഡാനുഭവങ്ങളെ പറ്റിയും കഷ്ടപ്പാടുകളെ പറ്റിയും ഒക്കെ കേൾക്കുമ്പോൾ നിശ്ചിത സമയത്തേക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു വികാര പ്രകടനം മാത്രമാകരുത്. യേശുവിനെ ഉൾക്കൊണ്ട് ഹൃദയത്തിലേക്ക് വരുത്തി യേശുവിന്റെ ഹിതം നമ്മിൽ നടപ്പിലാക്കിയാൽ നാം യഥാർത്ഥ ശിഷ്യനായി മാറും. വാതിക്കൽ നിന്ന് മുട്ടുന്ന ഒരു യേശുവിനെ വെളിപാട് 3:20 നമുക്ക് കാണാം. കേൾക്കൂ, ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചേരുകയും ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ ആഹാരം കഴിക്കുകയും ചെയ്യും. യേശു വാതിൽക്കൽ മുട്ടുമ്പോൾ വാതിൽ തുറക്കാൻ തയ്യാറാകാതെ ജനലിലൂടെ യേശുവിനെ നോക്കിക്കണ്ടാൽ യേശു അകത്ത് പ്രവേശിക്കുകയില്ല. യേശുവിനോടൊപ്പം നമുക്കൊന്നും പങ്കിടാനാവുകയുമില്ല. യേശു നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകളുടെയും പീഡാനുഭവങ്ങളുടെയും പങ്കാളികളാകാൻ കഴിഞ്ഞാൽ പുനരുത്ഥാനത്തിൽ നമുക്ക് പങ്കാളികളാക്കാം. നമുക്കും യേശുവിനെ പോലെ ഒരു പുനരുത്ഥാനമുണ്ടെന്ന് 1 തെസ്സലോനിക്കർ 4:16-17 പറയുന്നു. എല്ലാറ്റിനുമുപരി ദൈവത്തെ പൂർണ്ണമായി സ്നേഹിച്ച് ദൈവഹിതം പിന്തുടർന്ന് ദൈവവചനത്തിന് കീഴടങ്ങി കഷ്ടപ്പാടുകൾ സഹിച്ച് യേശുവിനെ പിന്തുടരുന്ന ഒരു യഥാർത്ഥ ശിഷ്യനാകാൻ ഏവർക്കും കഴിയട്ടെ. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.